ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻസ്പയർ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ വീഡിയോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റ് ആണ്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പ്രഥമ ദേശീയ പുരസ്കാരം ലഭിച്ച ഗായകൻ ഇളയരാജ, P. ജയചന്ദ്രൻ, യേശുദാസ്, AR റഹ്മാൻ. ഉത്തരം P. ജയചന്ദ്രൻ. സൗദി ക്ലബ് അൽ നാസറുമായി 200 മില്യൺ യൂറോയുടെ കരാർ ഒപ്പിട്ട സൂപ്പർ താരം നെയ്മർ, ലേവാൻഡോസ്കി, റൊണാൾഡോ, ബാപ്പെ. ഉത്തരം റൊണാൾഡോ. ഖത്തർ ലോകകപ്പിന്റെ ആദ്യ ഗോൾ നേടിയത് എന്നർ വലൻസിയ, കരീം ബെൻസിമ, റൊണാൾഡോ, കിലിയൻ എംബാപ്പെ. ഉത്തരം എന്നർ വലൻസിയ. ഫ്രം ഡിപ്രഷൻ ടു സെൽഫ് റിലയൻസ് എന്ന പുസ്തകം എഴുതിയതാര്? അമർത്യ സെൻ, ശശി തരൂർ, ഗീതാ ഗോപിനാഥ്, ഭീമൻ ജലാൽ. ഉത്തരം ഭീമൻ ജലാൽ. ഗ്ലാസ് പ്രതലത്തോടുകൂടി രാജ്യത്തെ നീളമേറിയ തൂക്കുപാലം വരുന്നത് മഹാരാഷ്ട്ര, ഹിമാചൽ പ്രദേശ്, തമിഴ്നാട്, ഉത്തർപ്രദേശ്. ഉത്തരം മഹാരാഷ്ട്ര. ധനുയാത്ര അല്ലെങ്കിൽ ധനുജാത്ര ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, നാഗാലാൻഡ്, ഒഡീഷ. ഉത്തരം ഒഡീഷ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി ഉപയോഗിക്കുന്ന നഗരം മുംബൈ, ഡൽഹി, കൊൽക്കത്ത, പൂനെ. ഉത്തരം ഡൽഹി. 2022 ഏറ്റവും കൂടുതൽ ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ബോളിവുഡ് താരം സൽമാൻ ഖാൻ, ഷാറൂഖ് ഖാൻ, അക്ഷയ് കുമാർ, ഹൃതിക് റോഷൻ. ഉത്തരം അക്ഷയ് കുമാർ. 2022 ഡിസംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 105, 107, 108, 106. ഉത്തരം 106. 2022 ഡിസംബറിൽ എല്ലാ സർക്കാർ സ്കൂളുകളുടെയും പേരിൽ നിന്ന് ജാതിപ്പേര് മാറ്റിയ സംസ്ഥാനം പഞ്ചാബ്, കർണാടക, കേരള, ഗോവ. ഉത്തരം പഞ്ചാബ്. അന്താരാഷ്ട്ര ചീറ്റാ ദിനം ആഘോഷിക്കുന്നത് ഡിസംബർ 11, ഡിസംബർ 4, ഡിസംബർ 12, ഡിസംബർ 5. ഉത്തരം ഡിസംബർ 4. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലോകേഷ്, SS രാജമൗലി, ബേസിൽ ജോസഫ്, ഗൗതം വാസുദേവ് മേനോൻ. ഉത്തരം SS രാജമൗലി. ഈ വർഷത്തെ ലോക എയ്ഡ്സ് ദിനത്തിന്റെ പ്രമേയം ഇക്വലൈസ്, യൂണിറ്റി, പീസ്, ടുഗെദർ. ഉത്തരം ഇക്വലൈസ്. 2026 മുതൽ ജർമ്മനിയിലേക്ക് ദ്രവീകൃത പ്രകൃതിവാതകം അയക്കുമെന്ന് പ്രഖ്യാപിച്ച രാജ്യം സൗദി അറേബ്യ, ഇറാൻ, കുവൈത്ത്, ഖത്തർ. ഉത്തരം ഖത്തർ. അടുത്തിടെ ചൈന ആശങ്ക അറിയിച്ച ഇന്ത്യ US സൈനികാഭ്യാസമായ യുദ്ധാഭ്യാസ് 22 നടക്കുന്നത് അരുണാചൽ പ്രദേശ്, ആസാം, ഉത്തരാഖണ്ഡ്, സിക്കിം. ഉത്തരം ഉത്തരാഖണ്ഡ്. 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ആദ്യത്തെ 47ാമത്തെ പതിപ്പെന്നാണ്. ബീജിംഗിൽ വെച്ച് നടന്നു എന്ന് പറയുന്നു. പിന്നെ ഭാഗ്യചിഹ്നം തയ്യാറാക്കിയത് ലിൻകിൻ സാൻ ആണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതില് BCD എന്ന പ്രസ്താവനയാണ് ശരി ഉത്തരം. തെറ്റായ പ്രസ്താവന ഏത്? 61ാമത് സ്കൂൾ കലോത്സവം കോഴിക്കോട്, സ്കൂൾ ബസ്സുകളിലുള്ള GPS, വിദ്യാവാഹിനി, അടുത്തിടെ അന്തരിച്ച ദേവദാസ് ഒരു ബാലകഥാകാരൻ, 64 സ്കൂൾ കായികമേള വിജയി, തിരുവനന്തപുരം.
ഉത്തരം സിയും ഡിയും ആണ്. DRDO വികസിപ്പിച്ച അഗ്നി 5മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതൊരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലാണ്. ഇതിന്റെ റേഞ്ച് 500 കിലോമീറ്റർ ആണ്. ആദ്യമായി അഗ്നി 5 മിസൈലുകൾ പരീക്ഷിച്ചത് 2012-ലാണ്. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ വേഗതയുണ്ട്. ഉത്തരം എയും ബിയും സിയുമാണ്. ശരിയായ പ്രസ്താവന ഏത്? തമിഴ്നാട്ടിൽ നീലഗിരി ദിനം സെപ്റ്റംബറിൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മുതിർന്ന പൗരന്മാർക്ക് സഹായം, വയോരക്ഷ. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം മഹാരാഷ്ട്രയിൽ. കേന്ദ്ര ആക്ടിംഗ് വിജിലൻസ് കമ്മീഷണറായി നിയമിതനായത് പ്രവീൺ കുമാർ ശ്രീവാസ്തവ. ഉത്തരം ഡി മാത്രമാണ്. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കുട്ടികളുടെ മികച്ച സിനിമ ബോണമി. മികച്ച ശബ്ദമിശ്രയുള്ള പുരസ്കാരം MA ഷാജിക്ക്. 45ാമത്തെ പുരസ്കാരമാണ് ഇപ്രാവശ്യം പ്രഖ്യാപിച്ചത്. 2ാമത്തെ മികച്ച സിനിമയാണ് അയ്യപ്പനും കോശിയും. ABD ആണ് കറക്റ്റ് ആൻസർ. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു ഏത് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു? ലേബർ പാർട്ടി, റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഡെമോക്രാറ്റിക് പാർട്ടി, ലിക്വിഡ് പാർട്ടി. ആൻസർ ലിക്വിഡ് പാർട്ടിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ബോക്സിംഗ് താരം KV ശരൺ, നിഗ്വേയിൽ ബിനോയ്, യോഗേഷ് ശർമ്മ. കറക്റ്റ് ആൻസർ മിഗ്വേൽ ബിനോയ്. താഴെ പറയുന്നവയിൽ നിക് ബോളറ്റിയേരി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി, ടെന്നീസ്, ബാഡ്മിന്റൺ, വോളിബോൾ. ആൻസർ ടെന്നീസ്. അടുത്തിടെ നബാർഡ് ചെയർമാനായി സ്ഥാനമേറ്റത് KV ഷാജി, NK ഷാജി, PN ഷാജി, N പ്രഭാകരൻ. ആൻസർ KV ഷാജി.